ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ പാഠഭാഗമായ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടും കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ നമുക്കൊരു കുറച്ച് കൊളാക്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് വായിക്കാം. എർത്തുക്വേക്ക് ഇൻ ഇന്തോനേഷ്യ, സുനാമി ലേക്കിലെ കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലേർട്ടഡ്. എന്താണ്? ഇന്തോനേഷ്യയിൽ എർത്തുക്വേക്കാണ്. അപ്പോൾ അവിടെ സുനാമിക്കും സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കോസ്റ്റൽ കമ്മ്യൂണിറ്റിയോട് എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ ഹാർട്ട് ഓഫ് കൊട്ടാരക്കര റെസിഡൻറ്റ് ട്രാൻസ്പോർട്ട് ഫ്രം തിരുവനന്തപുരം ഈസ് ബോട്ട് ടു കൊച്ചി ഇൻ എയർ ആംബുലൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. എന്താണ്? ഒരു ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എന്താണ് ഒരു ഹാർട്ട് കൊണ്ടുപോവുകയാണ്. അതിന് അവർ ഉപയോഗിച്ചിട്ടുള്ളത് എയർ ആംബുലൻസ് ആണ്. ചീഫ് മിനിസ്റ്റർ ഹോൾഡ്സ് എമർജൻസി വീഡിയോ കോൺഫറൻസ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ടു കോർഡിനേറ്റ് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിനായിട്ട് ജില്ലാ കളക്ടർമാരുമായിട്ട് മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. അപ്പോൾ ഇവിടെ കുറച്ച് കൊളാഷാണ് തന്നിട്ടുള്ളത്. ഇനി താഴെ നോക്കൂ. ലുക്ക് അറ്റ് ദ ന്യൂ കൊളാഷ് സൈറ്റഡ്. എന്താണ്? മേലെയുള്ള കൊളാഷൊക്കെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഹൗ കുഡ് ദ ഹാർട്ട് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ട് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം. എങ്ങനെയായിരുന്നു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ആ ഒരു ഹാർട്ട് എങ്ങനെയായിരുന്നു ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ്? ഇൻ എയർ ആംബുലൻസ്. അല്ലെ, എയർ ആംബുലൻസ് വഴിയായിരുന്നു. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് ഇൻ എയർ ആംബുലൻസ് എന്ന് എഴുതി കൊടുക്കുക. ഇൻ വാട്ട് വേസ് വുഡ് ബി കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്. എങ്ങനെയാണ് ആ കോസ്റ്റൽ പീപ്പിൾ അലേർട്ട് ആവാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടാവുക? എങ്ങനെയാണ്? ത്രൂ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സച്ച് ആസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ വഴിയായിരിക്കും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടാവുക. ദെൻ ഹൗ വെർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ക്വിക്ക്ലി. എങ്ങനെയാണ്? ഓൺലൈൻ മീറ്റിങ്ങിലൂടെയാണ് അല്ലേ. Then all these instances demonstrate the relevance of transport and communication system in our daily life. നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആർ ദ മീൻസ് ഓഫ് ഓവർ കവറിംഗ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് എമംഗ് പീപ്പിൾ. എന്നാൽ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും മനുഷ്യർക്കിടയിലുള്ള ആ ഒരു അകലത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അകലം നമുക്ക് മറികടക്കാനുള്ള ഒരു മീഡിയമാണ് നമുക്ക് പറയാം. ദിസ് ഈസ് എഫക്റ്റീവ് സിസ്റ്റം ടു കണക്ട് പീപ്പിൾ കൺസിഡറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എന്താണ്? മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനമാണിത്. ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്സ് ടു മൂവ് പീപ്പിൾ ഓർ ഗുഡ്സ് ഫ്രം വൺസ് പ്ലേസ് ടു അനദർ പ്ലേസ്. ജനങ്ങളെയോ അല്ലെങ്കിൽ ഗുഡ്സിനെയോ ഒക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ഈ ട്രാൻസ്പോർട്ടേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. അതുപോലെ തന്നെ ആശയങ്ങൾ, നമുക്കുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനും കൈമാറുന്നതിനൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ എന്താണ്? കുറേ പോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് എ പേജ് ഫോർ നീനൂസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം. ഇതെന്താണ്? നീനുവിൻ്റെ പോസ്റ്റൽ ആൽബത്തിൽ നിന്നുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ്. ദീസ് ആർ ദ സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ ദ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഓൺ ദ എവല്യൂഷൻ ഓഫ് ദ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓവർ ദ ഇയേഴ്സ്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല എന്താണ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, എവല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ സ്റ്റാമ്പാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത്. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ് ദാറ്റ് ആർ ഫീച്ചേഴ്സ് ഓൺ ദ സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പിൽ ഉണ്ടായിട്ടുള്ള വെഹിക്കിൾസ് ഏതൊക്കെയാണെന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏതൊക്കെയാണ്? ആർ ദ വെഹിക്കിൾസ് സീൻ ഓൺ ദ സ്റ്റാമ്പ്സ് ഇൻ നവ ഡേയ്സ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ ഇത് ഏതൊക്കെയാണിത്? ഇത് ഏതൊക്കെയാണ്? പല്ലക്കിൻ, സ്കൂൾ റിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്, ഡബിൾ ഡെക്കർ ബസ്, കാറ്. ഇതൊക്കെയാണ് കറക്റ്റായിട്ട് ഓർഡർ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. പല്ലക്കിൻ, സ്കൂൾ റിക്ഷ, സൈക്കിൾ റിക്ഷ, ബസ്, ഡബിൾ ഡെക്കർ ബസ്, കാറ്. ദെൻ ഇപ്പോൾ നമ്മളിതൊക്കെ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ. യു നോ ദാറ്റ് മാൻ ഈസ് ദ ഓൺലി ക്രിയേച്ചർ ദാറ്റ് യൂസസ് വെഹിക്കിൾ. നമുക്കറിയാം മനുഷ്യന്മാർ മാത്രമേ വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ. ഏർലിയർ ഇൻസ്റ്റെഡ് ഓഫ് വെഹിക്കിൾസ് ആനിമൽസ് ലൈക്ക് എലിഫന്റ്, ഹോഴ്സ്, ബുൾ ആൻഡ് കേമൽ
വേർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. പണ്ട് കാലത്ത് എന്താണ്, നമുക്ക് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, അതിന് പകരം നമ്മൾ ആനകളെയും ഹോഴ്സിനെയും പുല്ല്, കേമൽ ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻ യൂസ് വെഹിക്കിൾസ് ടുഡേ? എന്തിനൊക്കെയാണ് ഇന്ന് ആളുകൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്? ഫോർ ട്രാവലിംഗ്, എന്തിനാണ് ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ. മറ്റൊന്ന് എമർജൻസി സർവീസസ് അല്ലെ, എമർജൻസി സർവീസിന് ഉപയോഗിക്കുന്നുണ്ട്. എന്റർടൈൻമെന്റിനും ഉപയോഗിക്കുന്നുണ്ട്, എന്റർടൈൻമെന്റിനും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ മുകളിൽ നോക്കൂ, വെഹിക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ടേം വെഹിക്കിൾ ഇൻ മെനി ഇന്ത്യൻ ലാംഗ്വേജസ് വാഹനം. ഇന്ത്യയിലെ ഒരുപാട് ലാംഗ്വേജിൽ നമ്മൾ വാഹനം എന്നാണ് പറയുന്നത്. മീൻസ് എ ഡിവൈസ് ടു ക്യാരി, എന്താണ്, ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിവൈസ്. വെഹിക്കിൾസ് ആർ എ മെക്കാനിക്കൽ നോൺ മെക്കാനിക്കൽ സിസ്റ്റം യൂസ്ഡ് ഫോർ ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. എന്താണ്, മെക്കാനിക്കലായിട്ടും നോൺ മെക്കാനിക്കലായിട്ടുള്ള സിസ്റ്റം ഒക്കെയാണ് അതിൻ്റെ മൂവ്മെന്റിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇത് പ്രധാനമായിട്ടും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Then, how might humans have met these needs before the invention of vehicles? പണ്ട് കാലങ്ങളിൽ ആളുകൾ എന്തായിരുന്നു, ഈ വണ്ടിയൊന്നും ഇല്ലാതിരുന്ന കാലങ്ങളിൽ ഈ ആവശ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവർ ചെയ്തിരുന്നത്? ഓൺ ഫൂട്ട് അല്ലെ, ഫൂട്ടായിട്ട് നടന്നു പോയിട്ട്, ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്, അതുപോലെ തന്നെ തലയിൽ വെച്ചുകൊണ്ട്, യൂസിങ് എനിമൽസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ അന്ന് ഇതൊക്കെ ചെയ്തിരുന്നത് അല്ലെ. ദെൻ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്? എന്തൊക്കെയാണ് ഈ മെത്തേഡിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. എന്താണ്, ഒരുപാട് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ തലയിൽ വെച്ച് കൊണ്ടുപോവാണ്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പറ്റുമോ? ഇല്ല, നമ്മൾ ടയേർഡ് ആവും അല്ലേ, നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ ഹ്യൂമൻ എഫേർട്ട് വാസ് ഹൈ, മനുഷ്യന്റെ എഫേർട്ട് വളരെ ഹൈ ആണ്. ദ വാസ് എ ഡിലേ സംഭവിക്കും അല്ലേ, ചിലപ്പോൾ ഇന്ന് വല്ല മഴയാണ്, നമുക്ക് ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ഡിലേ ആവും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് എഫേർട്ട് ഹൈ ആണ്, മറ്റൊന്ന് ഡിലേ ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഹ്യൂമൻസ് ഡെവലപ്ഡ് വെഹിക്കിൾസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് മെൻഷൻഡ് എബോവ്. മേലെ കൊടുത്തിട്ടുള്ള ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ ഈ ഒരു വണ്ടി കണ്ടുപിടിച്ചത്. ദ ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കം ദ ബേസിക് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫീൽഡിൽ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? വീല് കണ്ടുപിടിച്ചതാണ്. വീല് കണ്ടുപിടിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള എന്താണ് വാഹനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത അവർ മനസ്സിലാക്കിയത്. ഫ്രം വീൽ ടു വെഹിക്കിൾ, ഇനി വീലിൽ നിന്നും വെഹിക്കിളിലേക്കുള്ള ആ ഒരു ചേഞ്ചസ് ആണ്. The invention of the wheel, which changed the lives of human beings, did not happen in a single day. ഇതൊരു സിംഗിൾ ഡേയിൽ സംഭവിച്ച കാര്യമൊന്നുമല്ല ഒരു വീല് കണ്ടുപിടിച്ചതൊന്നും. ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് സംഭവിച്ചത്. റിയലൈസിംഗ് ദാറ്റ് റോളിംഗ് ഒബ്ജക്റ്റ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോഗ് would make it easier to carry, people made wheels by making the log smaller and smaller. ആദ്യം ഇതുപോലെ തടികളൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഇത്തരത്തിൽ ഒരു ചെയ്തിരുന്നത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഉരുട്ടുമ്പോൾ വളരെ ഈസി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ അവർ വീല് കണ്ടുപിടിക്കുകയും, ആദ്യം കണ്ടുപിടിച്ചത് വലിയ വീലായിരുന്നു, പിന്നെ അത് ചെറുതാക്കിയാണ് ഇന്ന് കാണുന്ന ആ ഒരു വീലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. The picture shows the part of 4,500 years old wheel found in the shores of Lake Zurich in Switzerland, 1976. Part of this wheel made of maple planks is preserved in the Swiss National Museum. അഥവാ ഇന്ന് സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഈ ഒരു പീസ് കണ്ടില്ല, ഈ ഒരു പീസാണ് 4500 വർഷങ്ങൾക്ക് മുമ്പ് ഓൾഡ് വീൽ എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് എവിടുന്നാണ്? സ്വിറ്റ്സർലാൻഡിലെ സുറിച്ച് എന്ന ലേക്കിന്റെ തൊട്ടടുത്തുനിന്നാണ് കിട്ടിയിട്ടുള്ളത്. 1976 ഇത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്നും പണ്ട് ഉണ്ടായിരുന്നത് ഈ മരത്തിൻ്റെയാണ്, അതിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു റബ്ബർ അല്ലേ വീലിലേക്ക് വന്നതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു പിക്ചറിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ മെസപ്പൊട്ടോമിയയിൽ എങ്ങനെയായിരുന്നു ഇതുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്, അത് കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ, ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. Then the images given show how wheels were used for transportation in the past. പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ആളുകൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദീസ്? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കിട്ടിയത്? എന്തൊക്കെയാണ്? വീലഡ് കാർഡ് വേർ പുൾഡ് ബൈ ഹ്യൂമൻസ്. പണ്ട് ഈ സാധനങ്ങളൊക്കെ ആളുകൾ വലിച്ചു കൊണ്ടുപോയിരുന്നു. വീലഡ് കാർഡ്സ് വേർ പുൾഡ് യൂസിങ് എനിമൽസ്. അതുപോലെ തന്നെ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്തിരുന്നു. ഹ്യൂമൻസ്
ട്രാവൽഡ് ഇൻ വീലറ്റ് കാർഡ്. അതുപോലെ തന്നെ ഈ ഒരു ചക്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ ട്രാവൽ ചെയ്തിരുന്നു. വീലറ്റ് കാർഡ്സ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് പീപ്പിൾ ആസ് വെൽ ആസ് ദ ഗുഡ്. അതുപോലെ തന്നെ ആളുകളും ഗുഡ്സും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഏർലിയർ ബോത്ത് ഹ്യൂമൻ ഡ്രോൺ എനിമൽ ഡ്രോൺ വീൽഡ് കാർഡ്സ് വേർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. പണ്ട് എന്താണ് ഇത്തരത്തിലുള്ളതൊക്കെ ഉപയോഗിച്ചിരുന്നത് മനുഷ്യന് വലിച്ചു കൊണ്ടുപോകാനും അതുപോലെ തന്നെ മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ചക്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതായിരുന്നു വിവിധ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത്. സച്ച് വീൽഡ് കാർസ് വേർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് ഫോർ മൂവിങ് ഹ്യൂമൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴെന്താണ് ഗുഡ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ലേറ്റർ ഫ്യൂൽ പവേർഡ് മെഷീൻസ് വേർ ഇൻവെന്റഡ്. പിന്നെ അതിനുശേഷമാണ് എന്താണ് ഈ ഫ്യൂലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളൊക്കെ വന്നത്. വിത്ത് ദ അഡ്വെന്റ് ഓഫ് മെഷീനൈസ്ഡ് വെഹിക്കിൾ ദർ ഹാവ് ബീൻ ബിഗ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇത്തരത്തിൽ യന്ത്രങ്ങളൊക്കെ ഘടിപ്പിച്ച വാഹനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് ഒരുപാട് ചേഞ്ചസ് വന്നത്. ഗ്രാജുവലി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കെയിം ഇൻ ടു പ്രാക്ടീസ് ടു മൂവ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ എന്താണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ട്രാൻസ്പോർട്ടേഷന് ഉപയോഗപ്പെടുത്താനും വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടി തുടങ്ങി. Draw picture showing the progress of transportation from the wheel to the vehicle and conduct an exhibition in the class. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചക്രത്തിൽ നിന്നും വാഹനത്തിലേക്കുള്ള ആ ഒരു പുരോഗതി സൂചിപ്പിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ എക്സിബിഷൻ നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിലാണ് എന്തൊക്കെ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ട് 3 തരം ട്രാൻസ്പോർട്ടേഷൻ ആണുള്ളത്. ഒന്ന് ലാൻഡ് ട്രാൻസ്പോർട്ട്, മറ്റൊന്ന് വാട്ടർ ട്രാൻസ്പോർട്ട്, മറ്റൊന്ന് എയർ ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് തന്നെ 2 രീതിയിലാണ്. ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടും മറ്റൊന്ന് റെയിൽ ട്രാൻസ്പോർട്ടും. ഇനി വാട്ടർ ട്രാൻസ്പോർട്ടും 2 രീതിയിലാണ്. ഒന്ന് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടും മറ്റൊന്ന് മാരിടൈം ട്രാൻസ്പോർട്ടും. ഇനി എയർ ട്രാൻസ്പോർട്ട് 2 എണ്ണമാണ്. ഒന്ന് നാഷണൽ എയർവേസും മറ്റൊന്ന് ഇന്റർനാഷണൽ എയർവേസും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ലാൻഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് എ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. എന്താണ് കരയിലൂടെയുള്ള ഗതാഗതമാണ് ഈ ഒരു ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ദ ഫ്ലോ ചാർട്ട്. ആ ഫ്ലോ ചാർട്ടിൽ നിന്നും ഏതൊക്കെയാണ് 2 പ്രധാനപ്പെട്ട ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് എഴുതണം. ഏതൊക്കെയാണ്? ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടും മറ്റൊന്ന് റെയിൽ ട്രാൻസ്പോർട്ടുമാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. ഇനി അടുത്ത റോഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് പിക്ചർ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതെന്താണ് പണ്ട് ഏതൊക്കെ രീതിയിലായിരുന്നു ആളുകൾ ഈ ഒരു ലാൻഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിരുന്നത്. ഒന്ന് സിംഗിൾ ട്രാക്ക് പാത്ത് ആണ്, അതുപോലെ മഡ് പാത്ത്, മറ്റൊന്ന് സ്റ്റോൺ പേവ്ഡ് പാത്ത്. പണ്ടെന്നാണ് ആളുകൾ ഇങ്ങനെ നടന്നു പോകാനുള്ള ചെറിയ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ടാക്കി, പിന്നെ അത് മണ്ണ് കൊണ്ടല്ലേ മഡ് പാത്തായിട്ട് മാറി. അത് കഴിഞ്ഞപ്പോൾ മഡ് പാത്ത് ഉണ്ടായപ്പോൾ എന്താണ് മഴയൊക്കെ പെയ്യുമ്പോൾ അത് ചെളിയാവും. അങ്ങനെ അത് സ്റ്റോൺ പേവ്ഡ് പാത്തായിട്ട് മാറി. അതിനുശേഷമാണ് കോൺക്രീറ്റ് റോഡും ടാർഡ് റോഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് കാണുന്ന ട്രാക്ക് റോഡൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് വന്നത്. സിംഗിൾ ട്രാക്ക് പാത്ത് ആൻഡ് മഡ് പാത്ത് വേർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആൻഷ്യൻ ടൈം. പണ്ട് കാലത്ത് സിംഗിൾ ട്രാക്ക് പാത്തും അതുപോലെ തന്നെ മഡ് പാത്തുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓവർ ദ പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പാവ്ഡ് പാത്ത്, കോൺക്രീറ്റ് റോഡ് ആൻഡ് ടാർ റോഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതിനുശേഷമാണ് മറ്റുള്ള ഈ റോഡുകളൊക്കെ നിലവിൽ വന്നത്. ഇനി അടുത്തത് മാക്ദാം റോഡിനെ കുറിച്ചിട്ട് പറയുന്നത്. മാക്ദാം റോഡ്. ഓക്കെ, ഇതെന്താണെന്ന് അറിയോ? ഇത് 1820 സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള JL മക്ദാം എന്ന ആധുനിക രീതിയിലെ റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് അദ്ദേഹമായിരുന്നു. 1820 കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾക്ക് മക്ദാം റോഡുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ അവർ കൺട്രി ഹാസ് എ വൈഡ് നെറ്റ്വർക്ക് ഓഫ് റോഡ് കൺസിസ്റ്റിംഗ് ഓഫ് റൂറൽ റോഡ്സ്, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് highways. India has the second largest network of road in the world. Road transport plays an important role in the ensuring the socio-economic growth of a country. നമ്മുടെ രാജ്യത്ത് ഒരുപാട് റോഡുകളുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ റോഡ് അഥവാ ഗ്രാമീണ പാതകൾ, സ്റ്റേറ്റ് ഹൈവേകൾ, നാഷണൽ ഹൈവേകൾ, എക്സ്പ്രസ് ഹൈവേസ്, ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ളതും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ്.
ദെൻ മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ മേജർ ഹൈവേസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ വായിച്ചു നോക്കുക, ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ എവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസ്. എന്താണ് ഇവിടെ ഓരോ വെഹിക്കിൾസിലെയും വീൽഡ് വെഹിക്കിൾസിലേക്ക് എത്തിയ ആ ഒരു എവല്യൂഷൻ്റെ പിക്ചേഴ്സാണ് തന്നിട്ടുള്ളത്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ടൊരു നോട്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട്. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. എന്താണ് എക്സ്പെൻസീവ്? കുറവാണ്. accessible ടു ഓൾ സെക്ഷൻ ഓഫ് പീപ്പിൾ. എല്ലാ ജനങ്ങൾക്കും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്പ്. ഷോർട്ട് ട്രിപ്പിനൊക്കെ വളരെയധികം സ്യൂട്ടാണ്. ഇനി എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ പർപ്പസ് സർവീസ് ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ പർപ്പസ് സർവീസ്. ദെൻ ആക്സസ് ടു ഇന്റീരിയർ ഏരിയാസ്. ഓക്കെ, എല്ലാ ഏരിയാസിലേക്കും ആക്സസ് കിട്ടുന്ന കാര്യമാണ്. നെക്സ്റ്റ് റെയിൽ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ സൈറ്റ് ഓഫ് റെയിൻ അറൗസ് ദ ക്യൂരിയോസിറ്റി ഓഫ് പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്സ്. അഥവാ ഏത് പ്രായക്കാർക്കും വളരെയധികം ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു റെയിൽ യാത്ര എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓൺ ലാൻഡ്. ലാൻഡിലുള്ള ഏറ്റവും വേഗതയേറിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ്. ദ റെയിൽവേ സിസ്റ്റം വാസ് ലോഞ്ച്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. ബ്രിട്ടനിലാണ് ആദ്യം ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദ ലോക്കോമോട്ടീവ് ട്രെയിൻ കെയിം ഇൻ ടു ബീം വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ. എന്താണ് ആദ്യം ഉണ്ടായിരുന്നത്? ഇതുപോലെ ആവി യന്ത്രത്തിന്റെ സഹായത്തോടെയുള്ളതായിരുന്നു ലോക്കോമോട്ടീവ് എന്ന ഒരു ട്രെയിൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇൻ 1825 ജോർജ് സ്റ്റീവൻസൺ ബിൽഡ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ ഇൻ ബ്രിട്ടൻ. അപ്പോൾ ആരായിരുന്നു ഇത്? ആദ്യം ജോർജ് സ്റ്റീവൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യമായിട്ട് ഈ ഒരു ലോക്കോമോട്ടീവ് ട്രെയിൻ ആരംഭിച്ചത് 1825. കോൾ വാസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ടു റൺ ഇറ്റ്. അത് ഓടാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിച്ചു? കോൾ ഉപയോഗിച്ചിരുന്നു. ലേറ്റർ ഡ്യൂ ടു ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് ഡീസൽ എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക് എഞ്ചിൻസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതുപോലെ പിൻകാലത്ത് സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെ ഫലമായിട്ട് ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നിരുന്നു. Then, in 1825, the world's first railway track was built connecting the cities of Scotland and Darlington in England. ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ ആൻഡ് ഡാർലിംഗ്ടൺ എന്നീ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ റെയിൽവേ പാത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് 1825. The world's rail transport commenced by running the locomotive Stephenson rocket built by George Stephenson on this track. അപ്പോൾ എന്താണ് ജോൺസ് സ്റ്റീവൻസൺ നിർമ്മിച്ച സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇനി ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ് വിവിധ കാലഘട്ടങ്ങളിലെ പിക്ചേഴ്സ് ഓഫ് ട്രെയിൻ ഇൻ ഡിഫറെൻറ്റ് എറാസ്. ഡിഫറെൻറ്റ് എറയിലുള്ള ട്രെയിനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിൻ ഓഫ് ഡിഫറെൻറ്റ് എറാസ്. ഓരോ കാലഘട്ടത്തിലെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു റെയിൽവേയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ദ ട്രെയിൻ ക്യാരിയിങ് കോൾ കൊണ്ടുള്ളതായിരുന്നു. ദെൻ കാരിയേജ് പുൾഡ് ബൈ ഹോഴ്സസ് അലോങ് എ സ്പെഷ്യൽ ട്രാക്ക്. ഓക്കെ, ദെൻ തേർഡ് വൺ കോൾ ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്. ഫോർത്ത് വൺ ഡീസൽ ട്രെയിന്. ഫിഫ്ത്ത് വൺ ഇലക്ട്രിക് ട്രെയിന്. സിക്സ്ത് വൺ ബുള്ളറ്റ് ട്രെയിന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ദ ട്രെയിൻ ക്യാരിയിങ് കോള്, എ കാരിയേജ് പുൾഡ് ബൈ ഹോഴ്സസ് അലോങ് എ സ്പെഷ്യൽ ട്രാക്ക്, കോൾ ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ട്രാവലിംഗ്, ഡീസൽ ട്രെയിന്, ഇലക്ട്രിക് ട്രെയിന്, ബുള്ളറ്റ് ട്രെയിന്. ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇൻ വാസ് ദ ബ്രിട്ടീഷ് ഹു സ്റ്റാർട്ടഡ് ദ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഇന്ത്യ. എന്താണ് ആദ്യം നമുക്കറിയാം ബ്രിട്ടനിലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ബ്രിട്ടീഷുകാർ തന്നെയാണ് ഇത് ഇന്ത്യയിലേക്കും ഒരു സ്റ്റാർട്ടപ്പ് കൊണ്ടുവന്നത്. ദ ട്രാൻസ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. എന്താണ് ആദ്യകാലങ്ങളിൽ അവർ കടൽ മാർഗമായിരുന്നു ഇന്ത്യയിൽ നിന്നും സാധനങ്ങളും അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുപോയിരുന്നത്. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദ പോർട്ട്. അങ്ങനെ എന്താണ് അത് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കുകയും ഈ വസ്തുക്കളും സാധനങ്ങളും ഒക്കെ തുറമുഖത്തിലേക്ക് പോർട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തിന്റെ അതിനുവേണ്ടിയാണ് ഇവർ റെയിൽവേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. താഴെ രണ്ട് പിക്ചർ വന്നിട്ടുണ്ട്. ഇന്ത്യ ഫസ്റ്റ് റെയിൽവേ ബോംബെ ടു താനെ. ഓക്കെ, അപ്പോൾ ബോംബെ മുതൽ താനെ വരെയുള്ള 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേയുടെ ചിത്രമാണ്. ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള ഫ്രം ബേപ്പൂർ ടു തിരൂർ 1861. ഓക്കെ, ഇനി ദ റെയിൽവേസ് ഈസ് ദ മോസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് പീപ്പിൾ മെയിൻലി റെയിൽ
ഓൺ ഫോർ ദെയർ ഡെയിലി ട്രാവൽ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ലെയ്ഷർ ട്രിപ്സ്. അഥവാ നമ്മൾ ഡെയിലി ആയിട്ടുള്ള യാത്രകൾക്കും അതുപോലെ ചരക്കുകളൊക്കെ ഗുഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും എൻ്റർടൈൻമെൻറ്റിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ആളുകൾ ഈ റെയിൽവേനെ ആശ്രയിക്കുന്നത്. ദ ബോർഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. എന്താണ് ഇന്ത്യയിലെ വളരെ വിപുലമായിട്ടുള്ള റെയിൽവേ ശൃംഖലയാണ് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ ലോങ്സ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റം ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. ദ മെട്രോ റെയിൽ സിസ്റ്റം ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനൊക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മെട്രോ റെയിൽവേ ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ പല സിറ്റീസിലും വന്നിട്ടുള്ളത്. ഇനി മെട്രോ റെയിൽവേനെ കുറിച്ച് പറയുന്നുണ്ട്. മെട്രോ റെയിൽവേ വാസ് സ്റ്റാർട്ടഡ് ടു സോൾവ് ദ ട്രാഫിക് ഇഷ്യൂസ് ഇൻ ബിഗ് സിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ബിഗ് സിറ്റീസിലൊക്കെ എന്താണ് എയർ പൊല്യൂഷൻ നന്നായിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരിക്കും. ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് മെട്രോ റെയിൽവേ വന്നിട്ടുള്ളത്. മെട്രോ റെയിൽ സിസ്റ്റം എക്സിസ്റ്റിംഗ് ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈ ആൻഡ് കൊച്ചി. ഇവിടങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും മെട്രോ റെയിൽവേ വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത് എന്ന് നോക്കാം. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. എന്താണ് ഒരുപാട് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ചീപ്പസ്റ്റ് മോഡാണ്. അതുപോലെ തന്നെ ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. ഒരുപാട് ഗുഡ്സ് ഒക്കെ ബൾക്കായിട്ടുള്ളത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. എക്കണോമിക് സിസ്റ്റം വളരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് റെയിൽ ട്രാൻസ്പോർട്ട് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് ഹെൽപ്പിംഗ് ദ അഗ്രികൾച്ചർ സെക്ടർ ബൈ എക്സ്പാൻഡിങ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്. ഇത് മാർക്കറ്റ് വളരാനും സഹായകമായിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഓഫ് ട്രേഡിനൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് പേജ് നമ്പർ 131 ഒരു മാപ്പ് തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കി എവിടെയൊക്കെയാണ് റെയിൽ ട്രാൻസ്പോർട്ട് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്. എന്തിനൊക്കെയാണ് ആളുകൾ വാട്ടർ ട്രാൻസ്പോർട്ട് ആശ്രയിക്കുന്നത്? എന്തിനൊക്കെയാണ്? ട്രാവല്, ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്, ഫോർ കോമ്പറ്റീഷൻസ്, ഫോർ ടൂറിസം, ഫോർ ഫിഷിംഗ്. ഇതിനൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇത് ആശ്രയിക്കുന്നത്. What would have been the circumstances that led humans to discover the mode of water transport? എന്തിനായിരിക്കും പണ്ട് ആളുകൾ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക? എന്ത് സർക്കംസ്റ്റൻസസ് ആണ് അതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. The situation in which humans and animals were not able to cross water bodies might have led to the concept of water transport. പണ്ട് ആളുകൾക്ക് എന്താണ് ഈ നദികളൊക്കെ മുറിച്ചു കടക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർക്കത് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. ആ സമയത്താണ് ഇവർ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഹ്യൂമൻസ് ഹു യൂസ്ഡ് റാഫ്റ്റ് ആൻഡ് ലോഗ്സ് മെയ്ഡ് കാനോൺസ് ബൈ ഹലോവിങ് ഓഫ് out of the pith of logs by bowing them. Later the invention of the appropriate tools made canoeing making easy. എന്താണ് പണ്ട് ഇതുപോലെയുള്ള ഒരു ഒറ്റത്തടിയും ചങ്ങാട്ടങ്ങളും ഒക്കെയാണ് മനുഷ്യർ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കി ആദ്യകാലത്ത് തോണികളായിട്ടും ഉപയോഗിച്ചിരുന്നു. പിന്നീടാണ് പണിയായുധങ്ങളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ തോണികൾ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. ഗ്രാജുവലി വേരിയസ് ടൈപ്പ് ഓഫ് ബോട്ട്സ് ആൻഡ് സെയിലിംഗ് ഷിപ്പ് വേർ ബിൽഡ്. അപ്പോൾ എന്താണ് കാലക്രമേണ ഇതുപോലെയുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ദിസ് ഫർദർ ഇംപ്രൂവ്ഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഇങ്ങനെയാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്. വിച്ച് ആർ ദ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യു ഹാവ് ട്രാവൽഡ് ഓൺ? നിങ്ങൾ ഇത്തരത്തിൽ എന്തൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ വെഹിക്കിൾസിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് അതൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പം ബോട്ടിലോ തോണിയിലോ ഒക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതൊന്ന് എഴുതുക. മേക്ക് മോഡൽസ് ഓഫ് വേരിയസ് വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് യൂസിങ് അവൈലബിളി എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ദം ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ക്ലാസ്സിൽ എന്താണ് ഇത്തരത്തിലുള്ള വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ വെഹിക്കിൾസ് ഇതുപോലെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇനി അടുത്തത് മെസപ്പൊട്ടോമിയയിൽ ആദ്യം എങ്ങനെയായിരുന്നു ഇത് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. മെസപ്പൊട്ടോമിയൻ പീപ്പിൾ യൂസ്ഡ് വാട്ടർ ക്രാഫ്റ്റ് സച്ച് ആസ് ഷിപ്സ് ഫോർ ട്രേഡ്. പണ്ടെന്താണ് ട്രേഡിന് വേണ്ടി ഷിപ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. ദേ ബിൽഡ് ബോട്ട്സ് ഓഫ് വേരിയസ് സൈസസ് ആൻഡ് വേർ പ്രൊപ്പൽഡ് ബൈ ഓൺസ് ആൻഡ് ലോങ് പോൾസ്. എന്താണ് അത് വലിയ വലിയ തുഴകളൊക്കെ ഇട്ടിട്ടും അതുപോലെ നീളം കമ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നീക്കിക്കൊണ്ടുപോകുന്ന വലുപ്പത്തിൽ ഒരുപാട് ജലയാനങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദീസ് വേർ യൂസ്ഡ് ഫോർ ഗുഡ് ട്രാൻസ്പോർട്ട് ആൻഡ് നാവിഗേഷൻ. ഇതായിരുന്നു അവർ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ നാവിഗേഷൻ സഞ്ചാരത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
Then, remains of a dockyard have been found at a Lothal in Gujarat. ഗുജറാത്തിൽ കണ്ടെത്തിയ ലോഥലിൽ ഒരു കപ്പൽ നിർമ്മാണ അവശിഷ്ടത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട്. ലോഥലിൽ നിന്നും ലഭിച്ച ഈ മുദ്രകളിലും ഹാരപ്പയിൽ നിന്നും ലഭിച്ച മെസോപ്പൊട്ടോമിയൻ മുദ്രകളിലും ബോട്ടിന്റെ രൂപങ്ങളൊക്കെ പതിച്ചിട്ടുണ്ട്. അതെന്താണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നതിനുള്ള ഒരു തെളിവാണ് നമുക്ക്. ഇനി വാട്ടർ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2, ഇൻലാൻഡ് ആൻഡ് മാരിടൈം. എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഇൻലാൻഡ് എന്നും മറ്റൊന്ന് മാരിടൈം എന്നും. ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റെയിൽവേ, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വാസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. റെയിൽവേ വരുന്നതിന് മുന്നേ അന്ന കാലത്ത് എന്തായിരുന്നു, ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയ വേർ ദർ വെർ പ്ലെന്റി ഓഫ് റിവേഴ്സ് ആൻഡ് എ ബാക്ക് വാട്ടേഴ്സ്. ലേറ്റർ കനാൽസ് വെർ എ കൺസ്ട്രക്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. എന്താണ് പണ്ട് ഈ നദികളും കായലുകളൊക്കെ ഉപയോഗിച്ച് ധാരാളം ഇത്തരത്തിലുള്ള ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയിരുന്നു. പിന്നീടാണ് കനാലുകളൊക്കെ നിർമ്മിക്കപ്പെട്ടത്. ഇനി ഇൻലാൻഡ് വാട്ടർ വേസ് ഓഫ് കേരള. കേരളയിൽ ഇത് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. നാഷണൽ വാട്ടർ വേ നമ്പർ 3 ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം ആൻഡ് കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് ഇൻലാൻഡ് വാട്ടർ വേസ് ഇൻ കേരള. എന്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 വാട്ടർ വേസ് ആണ്. ഒന്ന് കൊടുങ്ങല്ലൂർ, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലും അതുപോലെ തന്നെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3യും. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ടത് കേരളത്തിലുള്ളത്. അണ്ടർ ദ റെയിൽവേ സിസ്റ്റം ഗോട്ട് എ സ്ട്രെങ്തൻഡ് ഗുഡ് ട്രാൻസ്പോർട്ട് വാസ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദീസ് വാട്ടർ വേസ്. നൗ ഡേയ്സ് ഇൻലാൻഡ് വാട്ടർ വേസ് അട്രാക്ട് എ കോൺസിഡറബിൾ നമ്പർ ഓഫ് ടൂറിസ്റ്റ്. എന്താണ് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു എന്നെങ്കിലും ഇന്നൊന്നും അത്രത്തിലധികം ഉപയോഗിക്കുന്നില്ല. ഈ റെയിൽവേ ഒക്കെ വന്നതോട് കൂടിയിട്ട് ഇതൊക്കെ ഉപയോഗം കുറയുകയാണ്. പക്ഷെ ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, യൂറോപ്യൻസ് ഗേവ് ഇമ്പോർട്ടൻസ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ടു ഇംപ്രൂവ് ട്രേഡ് വിത്ത് ഇന്ത്യ. എന്താണ് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇതിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഏർലിയർ യൂറോപ്യൻസ് ബിൽഡ് കനാൽസ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് coal to cities. Gradually such canals began to be used mainly for water transport. Kanoli Canal, Parvati Puttannar, etc. are some of the canals built in Kerala. Alappuzha, known as the Venice of the East, has many canals. അതെന്താണ് നമ്മൾ പറഞ്ഞു 2 കനാലുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നഗരങ്ങളിലൊക്കെ കൽക്കരി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യൂറോപ്യൻസ് ആദ്യമായിട്ട് ഈ കനാലൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ക്രമേണ ഇത്ര കനാലുകൾ എന്തായി ജലയാത്രക്കായിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാലും പാർവതി പുത്തനാറും തുടങ്ങിയവ. പിന്നെ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ആലപ്പുഴയിൽ ഒരുപാട് കനാലുകളുമുണ്ട്. ഇനി ഇവിടെ കനോലി കനാലിനെ കുറിച്ചിട്ടും പാർവതി പുത്തനാറിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്, കൂട്ടുകാർ വായിക്കാം. ഇൻ ദ പാസ്റ്റ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് എ ഗുഡ് ട്രാൻസ്പോർട്ട് വേർ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ഓൺ മരീടൈം ട്രാൻസ്പോർട്ട്. എന്താണ് പണ്ട് കാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് നീക്കത്തിനും ഒക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് എന്താണ് സമുദ്രത്തെയായിരുന്നു. ദ ഇൻവെൻഷൻ ഓഫ് സൈലിംഗ് ഷിപ്പ് നാവിഗേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിൻഡ് ഹാസ് ഇംപ്രൂവ്ഡ് മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ. ഈ എന്താണ് പായ്ക്കപ്പൽ കണ്ടുപിടിച്ചപ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രധാനപ്പെട്ട ഇംപ്രൂവ്മെന്റ് നടന്നത്. ദാറ്റ് മാർക്ക്ഡ് ആൻ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വോയാഗ്സ് ടു അതർ കൺട്രീസ്. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ, സ്റ്റീം പവേർഡ് സെയിലിംഗ് ഷിപ്പ് were built and a sea voyage became safer. Later fuel powered ship came into being. പണ്ടെന്തായിരുന്നു ഇത്തരത്തിലുള്ള പായ്ക്കപ്പലായിരുന്നു. പിന്നെ ആവിയന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് കപ്പൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതെന്താണ് കടൽ യാത്ര വളരെ സുഗമമാക്കാനും വളരെ സുരക്ഷിതമാക്കാനൊക്കെ കഴിഞ്ഞു. പിന്നീടാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സൈൽ ഷിപ്പിന്റെയും ഒരു ഷിപ്പിന്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. മാരിടൈം ട്രാൻസ്പോർട്ട് ഈസ് പോസിബിൾ ത്രൂ കോസ്റ്റൽ വാട്ടർ വേസ് ആൻഡ് ഇന്റർനാഷണൽ വാട്ടർ വേസ്. എന്താണ് ഇതെന്തൊക്കെയായിരുന്നു? ഇത് ഇത്തരത്തിലുള്ള സമുദ്രം മാരിടൈം വന്നതോട് കൂടിയിട്ട് അവിടെ എന്താണ് ഇന്റർനാഷണലും അതുപോലെ തന്നെ കോസ്റ്റൽ വാട്ടർ വേസ് ഒക്കെ ഒരുപാട് സാധ്യമാക്കാൻ വേണ്ടി തുടങ്ങി. കോസ്റ്റൽ വാട്ടർ വേസ് ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ബിറ്റ്വീൻ പോർട്സ് ലൊക്കേറ്റഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ കൺട്രി. അഥവാ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനൊക്കെ ഇത് എളുപ്പമാക്കി. ബട്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബിറ്റ്വീൻ പോർട്ട് ഓഫ് ദ അതർ countries through international waterways. Import and export take place mainly through this waterway. അതുമാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനൊക്കെ തുടങ്ങിയത് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് വന്നതോടുകൂടിയിട്ടാണ്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് കുറവാണ്.
അതുപോലെ തന്നെ എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ ഇല്ല. അതുപോലെ കാർഗോ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ട്രേഡും സാധ്യമാക്കുന്നു. അപ്പോൾ അവിടെ എഴുതുക കാർഗോ കപ്പാസിറ്റി, ഫോറിൻ ട്രേഡ്. ഓക്കെ. ഇനി അടുത്തത് നമ്മളടുത്ത് പറയുന്നത് നമ്മൾ ആ മാപ്പിൽ എവിടെയൊക്കെയാണ് എന്താണ് സീഷോർ ഉള്ളത് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ, പോർട്സ് ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് എയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ എയർ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ആദ്യം വന്നത്, സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തത്. അത് വായിച്ച് മനസ്സിലാക്കാം. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മളൊരു എയർ ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഒരു ചിന്ത വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് 1783 ഒരു സംഭവമാണ് ഇതിൻ്റെ കാരണം. പിന്നീടാണ് ആകാശയാത്രകൾക്ക് തുടക്കം കുറിച്ചത്. എങ്ങനെയാണ്? ബലൂൺ ഫീൽഡ് വിത്ത് ഹോട്ട് എയർ were first used by humans for aerial travel. ആദ്യം എന്തായിരുന്നു, ഇതുപോലെ ബലൂൺസിൽ ചൂടുവായി നിറച്ചായിരുന്നു മനുഷ്യർ ആകാശയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ലേറ്റർ എയർഷിപ്സ് were built by filling large balloons with gases of low density. Then parachutes were invented to help a descent at a lower speed, but none of these could be conventionally controlled and used by humans. അപ്പോൾ എന്താണ്, ആദ്യം ചൂടുവായു ആയിരുന്നു, പിന്നെന്താണ് വളരെ ഡെൻസിറ്റി കുറഞ്ഞ വാതകങ്ങൾ ഗ്യാസസ് ഒക്കെ ഉപയോഗിച്ച് ബലൂണുകളിൽ നിറച്ചിട്ട് ആകാശ കപ്പലുകളൊക്കെ നിർമ്മിച്ചു. അതിനുശേഷമാണ് വളരെ വേഗത കുറച്ച് താഴെ എത്താൻ സഹായിക്കുന്ന പാരച്യൂട്ടുകളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇതൊന്നും മനുഷ്യനെന്താണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് എന്താണ് വിമാനത്തിലേക്ക് അവർ വന്നത്. അപ്പോൾ ഇവിടെ സ്കൈ ഷിപ്പിൻ്റെയും ഒരു പാരച്യൂട്ടിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ എയർപ്ലെയിൻ which can be used to be first airplane was built by the American brothers Orville Wright and a Wilbur Wright brothers. The name of the plane they built was a Flyer 1. Flyer 1 took off on December 17th, 1903 from North Carolina, USA. അപ്പോൾ എന്താണ്, ആദ്യത്തെ വിമാനം ഉണ്ടാക്കിയത് അമേരിക്കക്കാരനായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റുമാണ്. ഇവർ റൈറ്റ് സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവരുണ്ടാക്കിയതിൻ്റെ പേരാണ് ഫ്ലയർ 1 എന്ന് പറയുന്നത്. ഇത് നോർത്ത് കരോലിനയിൽ നിന്നും 1903 ഈ ഡിസംബർ 17 ഇത് ഉയർന്നത്. അപ്പോൾ ഇവരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ആ ഫ്ലയർ 1ൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇൻ ഡ്യൂ കോഴ്സ് humans were able to build helicopters, jet planes, passenger planes and a supersonic aircraft. എന്താണ് ഇത് വന്നതോട് കൂടിയിട്ട് പിന്നെ എന്തായി, അവർ ജെറ്റ് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും യാത്രാ വിമാനങ്ങളും സൂപ്പർസോണിക് വിമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. എയർ ട്രാവൽ ഈസ് വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്ത് ആൻ ഔട്ട്സൈഡ് ദ കൺട്രി. എന്താണ്, രാജ്യത്തിനകത്ത് തന്നെ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒന്നാണെന്ന് മനസ്സിലാക്കി. ഇറ്റ് ഈസ് ഓൾസോ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അറ്റ് പ്രസന്റ്. ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, എയർ ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ദ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ഓൾസോ വൈഡ്ലി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടും ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി എയർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് തുടക്കം കുറിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 20ാം നൂറ്റാണ്ടിലെ ആരംഭത്തോടെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു എയർ ട്രാൻസ്പോർട്ടേഷൻ ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നെയ്നിയിലേക്കാണ് കത്തുകൾ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ വിമാനം വന്നത്. പിന്നെ 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്നും കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തുകയും ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ഉണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുകയും ചെയ്തു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇനി ഏതൊക്കെയാണ് എയർപോർട്ട് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ആ ഒരു മാപ്പ് വെച്ചിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ടാണ്. എയർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ. ഒന്ന്, ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് മോഡാണ്. കണക്ട് കൺട്രീസ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് മേക്ക് ദ എർത്ത് എ ഗ്ലോബൽ വില്ലേജ്. എന്താണ്, എല്ലാ കൺട്രീസിനെയും എല്ലാ കോണ്ടിനെൻറ്റിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ വില്ലേജ് ആക്കി മാറ്റുന്നതും ഇത് സഹായിച്ചിട്ടുണ്ട്. യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ്. എന്താണ്, ഡിഫൻസ് സർവീസിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മേജർ മീൻസ് ഓഫ് ടൂറിസം ആണ്. ഹെൽപ്സ് ബിസിനസ് ആണ്. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എഴുതുക. മേജർ മീൻസ് ഓഫ് ടൂറിസം, ഹെൽപ്സ് ബിസിനസ്. ഇത് രണ്ടും നമുക്ക് ഈ ഒരു എയർ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്.
ഇനി അടുത്തത് ഇവിടെ ഒരു എയർ പൊല്യൂഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എന്താണ്, ഒരു സ്കൂൾ അടച്ചിട്ടു, അവിടെ എയർ പൊല്യൂഷൻ ആയതുകൊണ്ട് ഡൽഹിയിൽ. ഇനി ഹാവൻറ്റ് യു നോട്ടീസ് ദിസ് ന്യൂസ്, നമ്മൾ ആ നോട്ടീസ് വായിച്ചു. Why have the employees been advised to avoid private vehicles and use public transport system? അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ്, നിങ്ങൾ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് മാറ്റിയിട്ട് അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നാണ്. ഇവിടെ പിക്ചർ നോക്കുന്നതാണ്, ഒരുപാട് വണ്ടികളുണ്ട് അല്ലെ, വെഹിക്കിൾസ് ഉണ്ട്. ഇനി വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾസ്? ഇങ്ങനെയധികം വണ്ടികളൊക്കെ പെരുകി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്? ഇൻക്രീസ്ഡ് ട്രാഫിക്കൽ കൺജക്ഷൻ, എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് പ്രോബ്ലംസ്, ഹൈ ട്രാഫിക് ഇൻസിഡൻസ്, ലിമിറ്റഡ് പാർക്കിംഗ് സ്പേസ്, റെഡ്യൂസ്ഡ് സേഫ്റ്റി ഫോർ പെഡസ്ട്രിയൻ ആൻഡ് ബൈസിക്കിൾസ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വണ്ടികളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ദെൻ അതിനെക്കുറിച്ച് ഡിസ്കഷൻ നടത്താൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. എന്താണ്, ഒരു സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കോ ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഒരു ഇൻഫർമേഷൻ പാസേജിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. Since ancient times, humans have developed different means of communication according to their needs. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പണ്ട് കാലങ്ങളിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതും എന്തൊക്കെയായിരുന്നു? ഒന്ന് ത്രൂ കോൺവെർസേഷൻ, എങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുക? കോൺവെർസേഷനിലൂടെ. ദെൻ ത്രൂ റൈറ്റിങ്ങിലൂടെ, എഴുത്തിലൂടെ. ഓവർ ദ ഫോൺ ചെയ്തിട്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ്? ത്രൂ ലെറ്റേഴ്സിലൂടെ. അതുപോലെ തന്നെ ത്രൂ സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. Then how could one person communicate an idea to another at a time when there were no languages, symbols or writing? എന്താണ്, ഭാഷയോ ലാംഗ്വേജോ സിമ്പിളോ റൈറ്റിങ്ങോ ഒന്നുമില്ലാതെ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? ഒന്ന് ത്രൂ ഗസ്റ്റേഴ്സ് അല്ലേ, നമുക്ക് ആംഗ്യം കാണിച്ചിട്ട് ചെയ്യാം. ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്, ഒരു ചെറിയ അല്ലെ ഓരോ സൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ത്രൂ പോയിൻറ്റിങ്സ് ഓൺ കേവ് ഫേസസ് ആൻഡ് റോക്സ്, അഥവാ റോക്സിലും പെയിൻറ്റിങ്സൊക്കെ ചെയ്തിട്ട് ഫേസസിലൊക്കെ നമുക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട്. ത്രൂ ഫിലിംസിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, early humans expressed their ideas through body and facial movements and sounds. Later they used fire and smoke as signs to communicate ideas to those in distant places. Historians opine that humans started using symbols about 30,000 years ago. എന്താണ്, പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം ആദ്യത്തെ മനുഷ്യർ ശരീരത്തിൻ്റെ ശബ്ദങ്ങളിലൂടെയും ആശയങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അത് മാത്രമല്ല ദൂര സ്ഥലങ്ങളിലെ ആളുകളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തീയും പുകയും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യർ ചിഹ്നങ്ങളുമാണ് ഉപയോഗിച്ചിരുന്നത്. പെയിൻറ്റിങ്സ് ഓൺ ദ വാൾസ് ഓഫ് കേവ്സ് ആൻഡ് ഏൻഷ്യന്റ് ടൈംസ് ആർ എക്സാമ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് ദാറ്റ് ഇറ. അതുപോലെ തന്നെ എന്താണ്, ആളുകൾ ഗുഹകളിലും മറ്റൊക്കെ ചിത്രങ്ങളും പെയിൻറ്റിങ്സ് ഒക്കെ വരച്ചിട്ടും അവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. സിമ്പിൾസ് ആൻഡ് പിക്ചേഴ്സ് വെർ യൂസ്ഡ് ടു എക്സ്പ്രസ് ഐഡിയാസ്. സിമ്പിൾസും പിക്ചേഴ്സും ഒക്കെ അവരുടെ ഐഡിയാസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ലേറ്റർ ദേ ഡെവലപ്ഡ് സ്ക്രിപ്റ്റ് ആൻഡ് റൈറ്റിംഗ്. അതിനുശേഷമാണ് അവർ സ്ക്രിപ്റ്റിലേക്കും റൈറ്റിംഗിലേക്കൊക്കെ വന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻസ് ഡെവലപ്ഡ് എ റൈറ്റിംഗ് അബൌട്ട് 5,000 years ago. എന്താണ്, ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യന് എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ദ സുമേറിയൻസ് were the first to develop writing. എന്താണ്, ആദ്യം സുമേറിയൻസ് ആണ് ഈ ഒരു റൈറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദി സ്ക്രിപ്റ്റ് became known as the cuneiform. അതിനെയാണ് നമ്മൾ ക്യൂണിഫോം എന്ന് പറയുന്നത്. These were written on clay tables. അവർ ക്ലേ ടേബിളിൽ വെച്ചിട്ടായിരുന്നു. ഇത് ക്ലേ ഒരു ടേബിൾ അല്ലേ, ഒരു ടാബ്ലറ്റ് വെച്ചിട്ടായിരുന്നു അവർ ഇത് ഈ താഴെ കാണുന്ന പോലെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് വൈസ് എ ഹൈറോഗ്ലിഫിക്സ് ഈസ് അനദർ സ്ക്രിപ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ ഈജിപ്ത്. അതുപോലെ തന്നെ ഈജിപ്തിൽ വന്നിട്ടുള്ള മറ്റൊരു ലിപിയാണ് എന്ത് പറയുന്നത്, ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ താഴെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്, എങ്ങനെയൊക്കെ ആയിരുന്നു അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തിരുന്നത്. ഒന്ന് സ്റ്റോൺ വഴി, ഷാർപ്പ് സ്റ്റോൺ ഉപയോഗിച്ച് ആയിരുന്നു ഇത് എഴുതിയിരുന്നത്. പിന്നെ കോപ്പർ പ്ലേറ്റ് വഴി മെറ്റൽ സ്റ്റൈലസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലത്തെ പാം ലീവ്സ് ഉപയോഗിച്ചിരുന്നു. അതെന്താണ്, സ്റ്റൈലസും അതുപോലെ തന്നെ നാരായവുമായിട്ടായിരുന്നു അവർ എഴുതിയിരുന്നത്.
വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജ് നൗ ഡേയ്സ്? ഇപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഫോണ്, ഓൺലൈൻ സിസ്റ്റം, ലെറ്റർ, ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിലൂടെയൊക്കെയാണ് ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജസ് ഒക്കെ കൈമാറുന്നത്. Then, in the early days, horses, dogs and birds were used to carry news and message ഫ്രം വൺ പ്ലേസ് ടു അനദർ. അഥവാ പണ്ടെന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെസ്സേജസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോഴ്സിനെയും ഡോഗിനെയും ബേർഡ്സിനെയും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇമാജിൻ ഡിപിക്റ്റഡ് ഹിയർ ഈസ് വൺ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ബൈ കിങ്സ് ആൻഡ് ഏൻഷ്യന്റ് ടൈം ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജസ് ടു ദ പബ്ലിക്. വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് എ പ്രിന്റേഴ്സ് പ്രസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ബിക്കം ഈസിയർ. അപ്പോൾ എന്താണ്, ഇതിന് ശേഷമാണ് വാർത്തകളൊക്കെ പൊതുജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൊട്ടിക്കൊണ്ടായിരുന്നു രാജഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ഇത് ഏകദേശം എന്താണ്, നമ്മുടെ അച്ചടി യന്ത്രം വരുന്നത് വരെ ഇങ്ങനെ തന്നെയായിരുന്നു. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് വാർത്തകളും സന്ദേശങ്ങളൊക്കെ കൈമാറുന്നത് വളരെ ഈസി ആയിട്ട് മാറിയിട്ടുള്ളത്. The printing technology was invented by the Chinese. In the early days, printing presses were operated using wooden blocks. Later, Gutenberg, a German, invented the iron printing press. With the advent of a printing ideas and a news began to spread quickly. അപ്പോൾ എന്താണ്, ആദ്യം നമുക്ക് ഈ പ്രിന്റിംഗ് ടെക്നോളജി ഒക്കെ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രിന്റിംഗ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിരുന്നത് വുഡൻ ബ്ലോക്സ് വെച്ചുകൊണ്ടായിരുന്നു. പിന്നീടാണ് ജർമ്മൻകാരനായ ഗുഡൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ന് കാണുന്ന അയൺ പ്രിന്റിംഗ് ഒക്കെ കൊണ്ടുവന്നത്. അതോടുകൂടിയിട്ടാണ് ഈ ന്യൂസും ഐഡിയാസും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. പിന്നെ അറൈവൽ ഓഫ് ദ പോസ്റ്റൽ സിസ്റ്റം മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. അതിനുശേഷമാണ് നമ്മുടെ പോസ്റ്റൽ സിസ്റ്റം വന്നത്. ഇതും കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, വളരെ ഈസി ആയി കാര്യങ്ങൾ. പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ദ പോസ്റ്റൽ സിസ്റ്റം ബിക്കെയിം വൈഡ്ലി യൂസ്ഡ് ടു കൺവേ ഐഡിയാസ്, മെസ്സേജസ് ആൻഡ് ന്യൂസ്. അഡ്വാൻസസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് paved the ways of giant leaps in communication. The invention of the internet and related services has brought a revolutionary changes in the field of communication. അപ്പോൾ എന്താണ്, ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ രംഗത്തുണ്ടായിരുന്ന ആ ഒരു ഡെവലപ്മെൻറ്റ് പോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലും ഒരുപാട് ഇൻഫ്ലുവൻസ് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് നമ്മുടെ പോസ്റ്റൽ സംവിധാനം വളരെ വ്യാപകമായിട്ട് തന്നെ ആളുകൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അതുമാത്രമല്ല, ഇത് ആശയവിനിമയ രംഗത്ത് ഒരു വലിയ ഒരു ഇൻവെൻഷൻ തന്നെ ഇത് കൊണ്ടുവന്നു. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ മാറ്റങ്ങളെയൊക്കെ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എന്താണ്, ഒരു ചിത്ര വീഡിയോ സഹായത്തോടു കൂടി, ടീച്ചറുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇനി അടുത്തത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? രണ്ട് രീതിയിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മറ്റൊന്ന് മാസ് കമ്മ്യൂണിക്കേഷനുമാണ്. ഓക്കെ, എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. എന്താണ്, ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്കുള്ളതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദ സെയിം ആർ കോളർ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതെന്താണ്, ഇതിനായിട്ട് നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇൻലാൻഡ്, ടെലഗ്രാഫ്, അതുപോലെ തന്നെ ടെലിഫോണ്, ഫാക്സ് മെഷീന്, ഇമെയിൽ, മൊബൈൽ, ഇതൊക്കെ എന്താണ്, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൂൾസ് ആണ്. ഇനി മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഡെലിവറി ഓഫ് എ മെസ്സേജിങ് ഓർ ഐഡിയ ടു എ ലാർജ് ചങ്ക് ഓഫ് പീപ്പിൾ. മാസ് മീഡിയ ആർ ദ മീഡിയ യൂസ്ഡ് ഫോർ ദ പേർപ്പസസ്. താഴെ പറയുന്നതൊക്കെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരു മെസ്സേജ് എത്തുന്ന രീതിയിലാണ്. ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സെമിനാർ, പബ്ലിക് മീറ്റിംഗ്, സ്ട്രീറ്റ് പ്ലേ, ഇതൊക്കെ എന്താണ്, അവിടെയുള്ള ആളുകൾക്ക്, ഇത് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരേ സമയം ആ ഒരു ന്യൂസ് കിട്ടുകയാണല്ലേ, അതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻ അഡീഷൻ ടു ദ അബവ്, ഐഡിയാസ് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റ് ടു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ത്രൂ ബുക്സ്, മാഗസിൻസ്, ആർട്ട് ഫോംസ്, മൂവീസ്, സോഷ്യൽ മീഡിയ. എന്താണ്, ഇതിലൊക്കെ കൂടെ നമുക്ക് ചെയ്യുന്നതും ഈ ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഇനി അടുത്തത് ഇന്റർനെറ്റ് ബേസ്ഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്ന് വീഡിയോ കോൺഫറൻസ്, ഇ കൊമേഴ്സ്, ഇമെയിൽ, ടെലിമെഡിസിൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഇന്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്.
ഇനി നോക്കൂ, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ സൊസൈറ്റി. നമ്മൾ ഇന്ന് കാണുന്ന ഈ മോഡേൺ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വഹിച്ചിട്ടുള്ളത് ഒന്ന് ട്രാൻസ്പോർട്ടേഷനും ഒന്ന് കമ്മ്യൂണിക്കേഷനുമാണ്. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര വളരുമോ? ഇല്ല. ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ പീപ്പിൾ ഓഫ് ദ വേൾഡ് ടു ഗെറ്റ് ടുഗെദർ. എന്താണ് ഇന്നെന്താണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും ഒന്നു ചേരാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. ദിസ് മേക്സ് ദ വേൾഡ് എ ഗ്ലോബൽ വില്ലേജ്. ഇതിലൂടെയാണ് എന്താണ് പറയുന്നത്, നമ്മുടെ വേൾഡ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് മാറുന്നത്. വി ക്യാൻ യൂസ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ടു ഹെൽപ്പ് എ ഫ്രണ്ട്ലി ഗ്യാതറിംഗ് ആൻഡ് ടു ഫോസ്റ്റർ ഹ്യൂമൻ വാല്യൂസ്. എന്താണ് ഇത് മാത്രമല്ല, ഇന്ന് സൗഹൃദപരമായിട്ടുള്ള ഒത്തുചേരലുകൾക്കും മാനവിക മൂല്യങ്ങൾ വളർത്തുന്നതിനും സഹായകമാവുന്നതിനും ഈ ഒരു ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ആ മാപ്പാണ് നേരത്തെ പറഞ്ഞത് വന്നിട്ടുള്ളത്. ഇവിടെ ഹാർബർ, എയർപോർട്ട്, റെയിൽവേ ഇതൊക്കെ ഏതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഹാർബേഴ്സ് ഉള്ളത്? ഒരു ഹാർബർ എന്ന് പറയുന്നത് കൊച്ചി ഹാർബറും വിഴിഞ്ഞം ഹാർബറും, ഈ 2 ഹാർബേഴ്സാണ് നമുക്കുള്ളത്. എയർപോർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഇന്റർനാഷണൽ എയർപോർട്ട് കണ്ണൂർ, മറ്റൊന്ന് ഇന്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട്, ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം. ഇതൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇനി റെയിൽവേ ഏതൊക്കെ വഴിയിലൂടെയാണ് പോകുന്നത് എന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നോ അവർ ലാൻഡ് എന്ന പാഠഭാഗമാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ഇതിലെ കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സും വലിയ ആൻസേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.